കോഴിക്കോട്ടേക്ക് പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ ബി.ജെ.പിയിൽ അതൃപ്തി. പന്തളത്തും തൃശൂരിലും വീഴ്ച പറ്റിയെന്നും ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനായില്ലെന്നും വിലയിരുത്തൽ. നഗരമേഖലകളിൽ മാത്രമാണ് നേട്ടമുണ്ടായതെന്നും നേതാക്കൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നാളെ കണ്ണൂരിൽ ബി.ജെ.പി നേതൃയോഗം ചേരും. വി.എസ്. രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ബി.ജെ.പിയുടെ വിലയിരുത്തലുകൾ, അതിന് നിയമസഭയിലേക്ക് കൂടുതൽ അവർ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? രോഷ്നി, നഗരമേഖലയിൽ ബി.ജെ.പി നേട്ടമുണ്ടാക്കി എന്ന് തന്നെ പ്രത്യക്ഷത്തിൽ പറയാൻ സാധിക്കും. തിരുവനന്തപുരത്ത് ഭരണം പിടിക്കുന്നു, കൊല്ലം കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും കണ്ണൂരിലും നില മെച്ചപ്പെടുത്തുന്നു, തൃശ്ശൂരിലും 2 സീറ്റാണെങ്കിലും നില മെച്ചപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഗ്രാമീണ മേഖലകളിലേക്ക് പോകുമ്പോഴേക്കും ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ നിന്ന് ഒരു അധികമായ വോട്ടിംഗ് പെർസെൻറ്റേജ് കാര്യമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു 41 പഞ്ചായത്തുകൾ ഭരിക്കാൻ അവർക്ക് സാധിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു 14 ആയിരുന്നു. 9 മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് ബി.ജെ.പി. അങ്ങനെ പ്രത്യക്ഷത്തിൽ ചില നേട്ടങ്ങളുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കത്തക്ക വിധത്തിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ബി.ജെ.പി ഇപ്പോൾ ആശങ്കയോട് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ബി.ജെ.പി പിടിച്ച സാഹചര്യത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് വലത് ഒരു കോക്കസ് രൂപപ്പെട്ടാൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്താനുള്ള നീക്കം നടക്കുമോ എന്ന് ബി.ജെ.പി ആശങ്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി ബി.ജെ.പി ഏകദേശം 2000-ഓളം സ്ഥാനാർത്ഥികളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയിരുന്നു. ആ സ്ഥാനാർത്ഥികളൊന്നും വലിയ നേട്ടം കൊയ്യാൻ അവരെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളി എന്നുള്ളതും ഗ്രാമീണ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതും ബി.ജെ.പിയെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ആശങ്കയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മറികടക്കേണ്ടത്. തിരുവനന്തപുരം ജില്ലയിലെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നഗരം ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. വട്ടിയൂർക്കാവ് ഉൾപ്പെടെ മണ്ഡലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തൃശ്ശൂരിൽ ഈ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 7 മണ്ഡലങ്ങളിൽ ബി.ജെ.പി ഇപ്പോൾ ലോക്സഭയുടെ കണക്ക് പ്രകാരം 1-ാം സ്ഥാനത്താണ്. ആ കണക്ക് പ്രകാരം തൃശ്ശൂരിലും ബി.ജെ.പി നിയമസഭാ സീറ്റുകൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീരുമാനം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ ഒരുക്കങ്ങളുമായിരിക്കും നാളെ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാവുക. ശരി, വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.